ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന അറിയോ, കോഴിക്കോട് ബീച്ചിന്റെ അറ്റത്താണ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ്. ഇന്നലെ രാത്രി കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ് ഓടിച്ചു വന്നു. ഇന്ന് ക്ലൈമറ്റ് നല്ല പ്ലസൻ്റ് ആണ്, മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഇന്ന് കോഴിക്കോടിൻ്റെ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ കോഴിക്കോടിൽ അത്യാവശ്യം നമുക്ക് ഒരു ദിവസം നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയതാണ്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് അഭിജിത്തും ഉണ്ട്. അഭിജിത്ത് മലബാർ സൈഡ് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഭിജിത്തിനോട് ജസ്റ്റ് പറഞ്ഞു നീ കോഴിക്കോടേക്ക് വാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. നമുക്ക് ഹോട്ടലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്കിവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. രാവിലെ കോഴിക്കോട് നഗരം അത്യാവശ്യം എന്താ പറയുക തിരക്കായി വരുന്നു. രാവിലെ 10:30 ആയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. നമുക്കൊരു ഓട്ടോ പിടിച്ച് നേരെ പാരഗണിലേക്ക് പോകാം. പാരഗണിൽ ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും പുറത്തേക്ക് പോകാം. അഭിജിത്ത് പോയിട്ടില്ല. അപ്പോൾ പാരഗണിൽ പോയിട്ട് എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാം. പ്രാവശ്യം ബിരിയാണി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകൾ ഏതൊക്കെ ചേട്ടാ? റഹ്മത്ത് ഹോട്ടൽ അല്ലേ? ഓക്കെ ഓക്കെ. അത് ബീച്ച് സൈഡാ? തൊട്ടടുത്ത് തന്നെ. ആ അപ്പൊ നമുക്കിവിടെ പാരഗൺ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കാണാം. നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. സാധാരണ അവിടെ സീറ്റ് കിട്ടാൻ നല്ല പാടാണ്, കുറച്ചും കൂടി നല്ല തിരക്കാവും. എന്താ ഉള്ളത് കഴിക്കാനുള്ളത് നോക്കാം. ഒരു മട്ടൻ ചാപ്സും ചിക്കൻ സ്റ്റൂ, പിന്നെ അപ്പം. ഓക്കെ ഓക്കെ. ഫുഡ് വന്നിരിക്കുകയാണ്. അപ്പം ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ബ്രെഡ് കോംപ്ലിമെൻ്ററിയാ മട്ടൻ ചാപ്സിൻ്റെ കൂടെ. ഓക്കെ, മട്ടൻ ചാപ്സിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മട്ടൻ ചാപ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ചിക്കൻ സ്റ്റൂവും മട്ടൻ ചാപ്സും. മട്ടൻ ചാപ്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അവർ ബ്രെഡ് തന്നിട്ടുണ്ടോ കോംപ്ലിമെൻ്ററി ആയിട്ട്. നമുക്ക് അതുകൊണ്ട് കഴിച്ചു നോക്കാം. അപ്പം അത്യാവശ്യം കണ്ടു കഴിയുമ്പോൾ നല്ല വെള്ളയപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കഴിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബിരിയാണിയാണ് ഫേമസ്. രാവിലെ ബിരിയാണി കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് അപ്പം പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടോ അപ്പം? അങ്ങനെയുണ്ട്, അടിപൊളി. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ അപ്പം നല്ല സോഫ്റ്റ് ആണ്. ഏതാ മട്ടൻ ചാപ്സാ? ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു ഫിഷ് മാംഗോ കറിയും കൂടെ ഓർഡർ ചെയ്തു. കോഴിക്കോട് പാരഗണിൽ വന്നാൽ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു ഡിഷാണ് ഫിഷ് മാംഗോ കറി. അതും നമ്മുടെ വെള്ളയപ്പവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ പാരഗണിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പവും അതുപോലെ തന്നെ സ്റ്റൂ ഒക്കെ. എടാ ഫുഡ് അടിപൊളിയല്ലായിരുന്നോ? സൂപ്പർ ഫുഡ്, അടിപൊളി ഫുഡ്. എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ ബീച്ചിലേക്ക് പോകണം, ബീച്ച് സൈഡിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് സ്പോട്ടുകൾ കൂടെ ഉണ്ട്. അതായത് അവിടുത്തെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ റഹ്മത്ത് ഹോട്ടൽ എനിക്ക് തോന്നുന്നു ബീച്ചിനടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് പോകാം. ഇനി ബീച്ചിൽ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ആ ഭാഗത്തേക്ക്. ചേട്ടാ ഓട്ടം പോവാം ബീച്ചിലേക്ക്. ഒരു ഓട്ടോ ഇട്ടിരിക്കണം, ഓട്ടോ കയറി ബീച്ചിലേക്ക് പോവാം. ഓട്ടോയ്ക്ക് എത്രയാണ് മേടിച്ചത്? 30 അല്ലേ? 30 രൂപ. പാരഗണ്ട് അവിടുന്ന് കോഴിക്കോട് ബീച്ച് വരെ 30 രൂപയാണ് അവർ മേടിച്ചത്. കുഴപ്പമില്ല. ഇവിടെ ഡേഞ്ചർ ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ. ഇവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഡേഞ്ചർ ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കുറേ തൂണുകളുണ്ട്. ഇതെന്തോ ഒരു പാലമായിരുന്നു തോന്നുന്നു പണ്ട്. അതായത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും നമുക്ക് ആദ്യം വരുന്ന ഒരു ഇമേജ്, ഒരു പിക്ചർ ഇതിൻ്റെ ആയിരിക്കും. കുറേ തൂണുകൾ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ബീച്ചിൻ്റെ ഒരു ഏരിയ.
ഇവിടെ കുറേ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് കടലിനകത്തേക്ക് പോവാം. ഇവിടെ ലൈഫ് ഗാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ആളുകൾ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോ ഇട്ടാം, നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. പിള്ളേർ കളിക്കുന്നുണ്ടോ? ഇവിടെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്നു. അപ്പോൾ ഇത് കോഴിക്കോട് ബീച്ച് ഇഷ്ടപ്പെട്ടോടാ? എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു ഇത് വന്നില്ല അല്ലേ? വന്നില്ല. കുഴപ്പമില്ല, നമ്മൾ വർക്കലേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ബീച്ചിൻ്റെ കളറ് ഇത്രയും വരത്തില്ല. പക്ഷേ ഒരു എന്താ പറയുക, അതൊരു കൾച്ചറൽ സ്പേസ് ആണ്. ആളുകൾ ഭയങ്കരമായിട്ട് വൈകുന്നേരങ്ങളിൽ വന്ന് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. ബീച്ചിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ബോട്ടുകളൊക്കെ കാണാം. ഫിഷിംഗ് ബോട്ടുകളാണ് കാണുന്നത്. നമുക്ക് ഇതിൽ കയറിയിട്ട് അങ്ങ് അറ്റത്ത് വരെ പോകാൻ വേണ്ടി പറ്റും. നമുക്ക് ഇത് കല്ലിൻ്റെ പുറത്ത് കയറണം. ഇതിലെ കയറി നടക്കണം. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. നമുക്ക് നോക്കാം, എന്തായാലും അവിടെ വരെ പോയി നോക്കാം. അവിടെ വരെ വന്നതല്ലേ. മോനെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് ആകുന്ന വ്യൂ ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ നടന്ന് ഇതിൻ്റെ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ്. കുറേ ദൂരം പോകാണ്ട്. ദൈവമേ, നടന്ന് മടുക്കും. എടാ, നമുക്ക് അങ്ങ് അറ്റത്തേക്ക് പോയാലോ? പോണോ? മടുത്താ? ഞാൻ റെഡിയാ. നടന്ന് മടുത്തൂടാ. കുറച്ചുകൂടെ അങ്ങ് പോവാം, നമുക്ക് അറ്റത്ത് പോവാം. അപ്പൊ അവിടെ വരെ നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പോയി നോക്കാം. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അതെ, നല്ല ദൂരമുണ്ട്. നമുക്ക് പോയി നോക്കാം. സൂക്ഷിച്ചു പറഞ്ഞോ, അല്ലെ വീഴും. കുറച്ച് ഡിഫറെന്റ് ആണ് ഈ സാധനം. അതെ. ഡിഫിക്കൽട്ടാണ്. എടാ, വേണ്ട, ബോട്ട് പോന്നു. ബോട്ട് വരുന്നുണ്ടോ? അത് മത്സ്യത്തൊഴിലാളികളായിരിക്കും. ഒരു മീൻ പിടിച്ചിട്ട് വരുന്ന വഴിയാ. നല്ല രസമുണ്ടല്ലോ കാണാൻ. വലിയ ടീമാണ് അവർ. എനിക്കൊന്നും ഇഷ്ടം പോലെ മീനൊക്കെ ആയിട്ട് വരുന്ന ഒരു വരവാണ്. രണ്ടാക്കി എടുത്തു കേട്ടോ. നമ്മൾ ഐശ്വര്യ കഴിക്കാൻ പറ്റും. എരിവ് വേണ്ട കേട്ടോ. എരിവില്ലാതെ പറഞ്ഞു. മധുര. ബീച്ചിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊന്ന് മാറട്ടെ എന്ന് വെച്ചിട്ട് ലുലു മോളിൽ വന്നിരിക്കുകയാണ്. നമുക്കിവിടെ അത്യാവശ്യം വ്യൂ ഉള്ളൊരു ടേബിൾ കിട്ടി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്ന കാണാം. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കോൾഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം. അത്യാവശ്യം ലുലുവിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. നമ്മൾ അഭിജിത്ത് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇതേതാ? ന്യൂട്രലാ? ഹേസൽനട്ടും ന്യൂട്രല്. ഇത് കുടിച്ചു പോയാൽ എങ്ങനെ ഉണ്ടെന്ന്. ചേട്ടാ, റഹ്മത്ത് ഹോട്ടൽ കയറിക്കോടാ. ഏതാ നല്ല ബിരിയാണി കിട്ടണ? ഏറ്റവും പഴയതേതാ? മാതൃഭൂമിൻ്റെ അടുത്ത്. എന്നാ അവിടെ പോട്ടെ. നമ്മളങ്ങനെ റഹ്മത്ത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നല്ല ബിരിയാണി കിട്ടുന്നതെന്നാണ് ആ ഓട്ടോയിൽ വന്ന് ചേട്ടൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 2-3 റഹ്മത്ത് ഹോട്ടലുകളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ബീച്ച് സൈഡിലുള്ള ഒരു റഹ്മത്ത് ഹോട്ടലാണ് കയറിയത്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവിടെ വരെ പോകാൻ സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വിശക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ റഹ്മത്ത് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ബിരിയാണി കഴിക്കാം. നമ്മുടെ സാലഡും അതുപോലെ തന്നെ അച്ചാറും കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ബിരിയാണി ഇതുവരെ വന്നിട്ടില്ല. ഇഷ്ടമുണ്ടോ? അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിയിരിക്കുകയാണ്. ഞാനൊരു സിംഗിൾ ചിക്കൻ ബിരിയാണി പറഞ്ഞേക്കുന്നത്. അഭിയെ തന്നെ ബീഫ് ബിരിയാണി അല്ലേ പറഞ്ഞേക്കുന്നത്? പലഹാരമൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്താ സംഭവം? വെട്ട് കേക്ക്, നെയ്വട, കരിയുണ്ട, അതുപോലെ തന്നെ ബീഫ് സമോസ, പഴം നിറച്ചത്, പൈനാപ്പിൾ കേക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെറൈറ്റിയാണ്.
ഫോൺ എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. നല്ല ഹെവി ആയി. റെസ്റ്റ് എടുക്കാം അല്ലെ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ബീച്ചിലേക്ക് പോവാം. വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ നിന്നിട്ട് പാട്ട് പാടുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ചായയും അതുപോലെ എന്തോ പലഹാരങ്ങളൊക്കെ കഴിച്ച് അന്നത്തെ ഞങ്ങളുടെ ദിവസം അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോകുന്നതിന് മുമ്പ് സാഗർ ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ രാവിലെ ഒരു ഓട്ടോ പിടിച്ച് നേരെ സാഗർ ഹോട്ടലിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഈ കാണുന്നതാണ് സാഗർ ഹോട്ടൽ. ഇവിടുത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ നമുക്ക് ചട്നിയും എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇവിടുന്ന് കഴിച്ചത്. അങ്ങനെ സാഗറിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. നമ്മളിവിടെ SM സ്ട്രീറ്റിലാണ് വന്നിരിക്കുന്നത്. അതായത് കോഴിക്കോടിൻ്റെ എന്താ പറയുക എല്ലാമായ ഒരു സ്ട്രീറ്റാണ് SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ 5 മണിക്കാണ്. അപ്പോൾ വെറുതെ ഇവിടെ നടന്നേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം SM സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കടകളുണ്ട്. ഹാഫ് kg ഉണ്ടല്ലേ? ഹാഫ് kg 160. ചെറിയ ബോട്ട്സും ഉണ്ട്. ചെറിയ ബോട്ട്സിന് 160 രൂപയാണ് വരുന്നത്. 80 രൂപ. ഓക്കെ. ഇതെല്ലാം ക്വാളിറ്റി സെയിം തന്നെയല്ലേ നമ്മളകത്തിരിക്കുന്ന? സെയിം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പണ്ട് കൊടുക്കുന്ന സൈസല്ലേ അല്ലേ? ഓക്കെ. ഓക്കെ. SM സ്ട്രീറ്റിൽ പോയിട്ട് നമ്മൾ അലുവ വാങ്ങിച്ചു അല്ലേ? ഇവിടെ ഭയങ്കര സ്പെഷ്യൽ കട്ട് ചെയ്ത് കോഴിക്കോടൻ ഹലുവ. കോഴിക്കോടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. SM സ്ട്രീറ്റ് ഒരു വികാരം. നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വേയിൽ പോകുന്നത് പോലെ നമുക്ക് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് SM സ്ട്രീറ്റ്. മൊത്തം സ്വീറ്റ്സിന്റെ കടകളാണ് ഇവിടെ മൊത്തം. അതുപോലെ തന്നെ ഡ്രസ്സ് വിൽക്കാൻ നിൽക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടടാ, ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. ആ സൈഡിലേക്കും പോവാം, ഇങ്ങോട്ടും പോവാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കുറച്ചുകൂടെ. അതുകൊണ്ട് ഇവിടെ ഒരു കരടിനെ വെച്ചുകൊണ്ട് ഇവിടെ ടോയ്സ് വിൽക്കുന്ന ഒരു കടയാണ്. ടോയ്സ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുഴപ്പമില്ല അതല്ലേ? എന്റെ മോനെ ഇവിടെ എന്ത് തിരക്കാറിയോ? ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇന്ന് അവധി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കോഴിക്കോടുള്ള എല്ലാ ആളുകളും വരുന്ന ഒരു സ്ഥലമാണ് ഈ SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഇതൊരു കൾച്ചറൽ സ്പേസ് ആട്ടോ. എന്തോ ഒരു ആളുകളാണ് ഇവിടെ വരുന്നതെന്ന് നോക്കിക്കേ. ഈ ഭാഗത്തേക്ക് വരുമ്പം എല്ലാം തുണിക്കടകളാണ്. അതുപോലെ തന്നെ ഭയങ്കര ചീപ്പായിട്ട് ഡ്രസ്സ്, അതുപോലെ തന്നെ കണ്ടോ ബെൽറ്റുകൾ, അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. SM സ്ട്രീറ്റിൽ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞപ്പോഴും ഇത്രയൊരു ക്രൗഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ആളുകൾ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട്. അതായത് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളിങ്ങനെ കടയിലേക്ക് വിളിച്ച് വലിച്ച് കയറ്റും. ലൈക്ക് ഭയങ്കരമായിട്ട് ക്യാൻവാസിങ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി കടയിലേക്ക് കയറി പോയി പറച്ചിൽ കേൾക്കുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അവിടെ നമുക്ക് തിരിച്ചു പോവാം. ഈ സാധനം ഉണ്ട്, ഇത് മധുരമുള്ള കലാഞ്ചി ഉണ്ട്. ചേട്ടാ കല്ലുമക്കായാണോ? കല്ലുമക്കായ ഇതല്ലേ? ഇത് ഒരു കല്ലുമക്കായ ഉണ്ടോ? ഒരു കല്ലുമക്കായ. ഇത് എലാഞ്ചി അല്ലേ? എലാഞ്ചി. ഇതെന്താ? ഇത് സമോസ. എലാഞ്ചി, കല്ലുമക്കായ, കൽമാസ് ആണ് കല്ലുമക്കായ. അതായത് ഈ മലബാർ സൈഡിൽ കിട്ടുന്ന സംഭവമാണ് കല്ലുമക്കായ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് കണ്ണൂർക്ക് പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഓനെ നല്ല തിരക്കാട്ടോ. ട്രെയിൻ വന്നു, നല്ല തിരക്കുണ്ട്.
നമുക്ക് 5:10 ഇവിടുന്ന് അടുത്ത ട്രെയിൻ കണ്ണൂർക്ക്. അപ്പോൾ ട്രെയിനിനൊക്കെ നല്ല തിരക്കാണ്, ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാ ട്രെയിനുകളിലും നല്ല ജനത്തിരക്ക്. അപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാം. ട്രെയിൻ വന്ന് നിന്നും കേട്ടോ എന്തോരം ആൾക്കാരത് കയറാൻ വേണ്ടി ഇരിക്കുന്നത്. സെൻട്രലിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എൻ്റെ പൊന്നോ, കണ്ണൂർ വരെ നിന്ന് മടുക്കും, ഭയങ്കര തിരക്ക്. ഇതിൽ എങ്ങനെയും കയറി പറ്റിയാൽ മതി, അതാണ് പ്രശ്നം. കയറാനാണ് പാട് ഈ തിരക്കിനകത്തൂടെ. ട്രെയിനൊക്കെ നിറഞ്ഞു കുത്തിയ ആളാ, ശ്വാസം വിടാൻ പോലും സ്ഥലമില്ല. എൻ്റെ മോനെ, ഇതിലെങ്ങനെ കയറൂടാ? KSRTC പിടിച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷേ KSRTC പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ എടുക്കും നമുക്ക് കണ്ണൂർ തലശ്ശേരി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിനാണ് ബെറ്റർ. ലെറ്റ്സ് സീ, ആരോടും ചോദിച്ചു നോക്കാം.